അപ്പോൾ നമ്മൾ ഉച്ചക്കലത്തെ ഊണൊക്കെ കഴിഞ്ഞ് മധുവേട്ടൻ്റെ കടയിൽ നിന്നും ഇറങ്ങിയിട്ട് വീണ്ടും യാത്ര തുടർന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിലും റബ്ബർ മരങ്ങൾക്കിടയിലൂടെയായിട്ട് കുറച്ച് സമയം യാത്ര കഴിഞ്ഞപ്പോൾ അപ്പോൾ ചെറിയ ചെറിയ ഓടിട്ട വീടുകളും അതുപോലെ തന്നെ നമ്മൾ ശീമക്കൊന്ന എന്ന് പറയില്ലേ, അങ്ങനത്തെ അതിൻ്റെയൊക്കെ കമ്പുകൾ നാട്ടിയിട്ടുള്ള വേലികളും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പം മുള്ളുവേലി അല്ലാതെ അങ്ങനത്തെ വേലികളായിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും ഒരു നാട്ടിൻപുറത്തേക്ക് വന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ വയനാട്ടിലേക്കാണെങ്കിലും സൈലൻറ്റ് വാലിയിലേക്കൊക്കെ പോയ പോലെ തന്നെ നമ്മൾ തിരിഞ്ഞും വളഞ്ഞും പോകുന്ന റോഡുകൾ, അതായത് ഉയരത്തിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് അത്ര ഫീൽ ചെയ്യില്ലെങ്കിലും അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കയറുമ്പോൾ എനിക്കത് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. പക്ഷെ തിരിച്ച് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് അങ്ങനെ കുറേ പ്രാവശ്യം വളവുകളും തിരിവുകളായിട്ട് ഇങ്ങനെ വരുമ്പോൾ എനിക്കൊരു തല ചുറ്റണ പോലെ തോന്നി. അപ്പോൾ അങ്ങനെ കയറുന്ന സമയത്ത് നമ്മൾ ചായ കുടിക്കാനായിട്ടൊരു സ്ഥലത്ത് നിർത്തി. അപ്പോൾ കാണുമ്പോൾ കണ്ടോ ഇങ്ങനെ നല്ല ഭംഗി തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നിങ്ങനെ വീഡിയോ എടുത്തതാട്ടോ. അപ്പോൾ ആൾ സമ്മതിച്ച് കുഴപ്പമില്ല, വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അവരും അവിടെ റൂമൊക്കെ റെൻറ്റിന് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഭാഷയിൽ അടിവാരത്ത് റൂം എടുത്തിട്ട്, അതായത് നമ്മളിപ്പോൾ ഇവിടുന്ന് വാഗമണിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ അടിവാരത്ത് റൂം എടുത്തതിന് ശേഷം നമ്മൾ അവിടുന്ന് ട്രാവലറൊക്കെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ജീപ്പ് വിളിച്ചിട്ടോ ഇതുപോലെ മുകളിലേക്ക് കയറും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കാറൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട്, അപ്പോൾ ഇത് ചായക്കടയാണ്. പക്ഷേ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ബോട്ടിൻ്റെ ആകൃതിയിലാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിലേക്കും ഇതുപോലെ സ്റ്റെപ്പുകളുണ്ട്. എന്നിട്ട് ഇങ്ങനെ നമുക്ക് അവിടേക്ക് ഇരുന്ന് ചായ കുടിക്കാം, ശരിക്കും പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട്. അപ്പോൾ ഞാൻ ആ ഭാഗത്ത് കൂടെ ഇറങ്ങി ചെന്നു. അപ്പോൾ ആ സോഫയും കുഷ്യനൊക്കെ ഇട്ട ഭാഗത്തും നമുക്ക് പോയിട്ടിരിക്കാം കേട്ടോ, കുഴപ്പമില്ല. പിന്നെ ഇതുപോലെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ കണ്ട ബോട്ടിൻ്റെ ആകൃതിയിലാണ് ഞാൻ പറഞ്ഞു. പിന്നെ അവിടെ ബെഞ്ചും ഡെസ്കൊക്കെ ഇട്ടുണ്ട്. പിന്നെ ആ ഗ്രില്ലിട്ട ഭാഗത്തും നമുക്ക് തിന്ന പോലെ ആക്കി അപ്പോൾ ഇരുന്നിട്ടും ചായ കുടിക്കാം കേട്ടോ. പിന്നെ പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട് ശരിക്കും നമുക്കവിടെ ഇരുന്ന് ചായ കുടിക്കുമ്പോൾ രസം തോന്നും. വെള്ളച്ചാട്ടം ശരിക്കും മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നല്ല വെള്ളച്ചാട്ടം ഉണ്ട്. ഇപ്പോൾ വെള്ളം കുറവേ ഉള്ളൂ, അതുകൊണ്ട് നീർച്ചാൽ പോലെ വരുന്നുള്ളൂ. പിന്നെ അവിടെ കുളിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അവരും അവിടെ റൂം റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റെൻറ്റിന് കൊടുക്കുന്ന കാരണം ആൾക്കാർക്ക് കാഴ്ചകളൊക്കെ കാണാനൊക്കെ കുഴപ്പമില്ല, ആ സ്ഥലത്ത് കൂടെയൊക്കെ വെള്ളച്ചാട്ടം വരുന്നതാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ഇങ്ങനെ റോഡ് ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും പോകുമ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സുകളൊക്കെ അതുപോലെ പോകുന്നുണ്ട് ആ വഴിക്ക് കേട്ടോ. ട്രാൻസ്പോർട്ട് ബസ് സൗകര്യമൊക്കെ ഉണ്ട്. വാഗമൺ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ സ്ഥലമല്ല, ഒരുപാട് സ്ഥലങ്ങൾ കൂടിച്ചേർന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലും ഇതുപോലെ ഇങ്ങനെ, പിന്നെ അങ്ങനെ നമ്മളിങ്ങനെ കയറ്റം കയറി പോകുന്ന സമയത്ത് ഇതുപോലെ കുറേ ഹോം സ്റ്റേകളും റൂമുകളൊക്കെ റെൻറ്റിനുണ്ട്. അതുപോലെ ചെറിയ ചെറിയ ചായക്കടകളും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആ മലകളൊക്കെ കാണാനായിട്ടൊരു ഭംഗിനെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് തോന്നും മലകളുടെ മുകളിൽ ചെറിയ ചെറിയ വീടുകളുണ്ടല്ലോ എന്ന്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവുന്നതൊക്കെ ഓരോ റിസോർട്ടുകളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ മറ്റേ മലഭാഗത്തൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ പോയപ്പോൾ ഇവിടെ സിപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനും അമ്മയും മാത്രം പോയില്ല, അബിയും പോയില്ല കേട്ടോ. ബാക്കി എല്ലാവരും പോയി. അപ്പോൾ എന്നോട് ഇവരൊക്കെ പറഞ്ഞു കേട്ടോ, ഒന്ന് കയറിക്കോളൂ പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞു. ഞാനില്ല എന്ന് പറഞ്ഞു. കാണുമ്പോൾ ഒരു രസം എന്നല്ലാതെ എനിക്ക് അത്രമാത്രം ഇൻട്രസ്റ്റ് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ പോകണോണ്ട് വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല. പിന്നെ അവർ തന്നെ ഡ്രോൺ ഉപയോഗിച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ആ വീഡിയോ നമുക്ക് അയച്ചു തരും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ രണ്ട് പേരെ വെച്ചിട്ട് വരുന്നത്. അപ്പോൾ 5 പേർക്ക് ടിക്കറ്റ് എടുത്താൽ ഒരാൾക്ക് ഫ്രീ ആണ് കേട്ടോ. അങ്ങനെ 6ാമത്തെ ആൾക്ക് പോവാം. അപ്പോൾ ഇതിൽ നീനിയും ശ്രീകുട്ടിയാണ് പോകുന്നത്. അതുപോലെ തന്നെ പിന്നെ ബിജും പ്രജും കൂടി പോയി, ദീപും ഭാരതിയും കൂടി പോയി കേട്ടോ. അപ്പോൾ കുട്ടികളെ ഞാനും അമ്മയും അബിയും കൂടിയിട്ട് പിടിച്ചു, അങ്ങനെ നിന്നു. അപ്പോൾ നീന പോകുന്ന സമയത്ത് ഇങ്ങനെ ഉറക്കം കരഞ്ഞു കേട്ടോ. അമ്മ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് കണ്ടു അവിടെ, ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കാണിക്കുന്നത്, അവിടെ നീല ഷീറ്റ് പോലെ കാണാനില്ലേ, അതിൻ്റെ അവിടെ ഒരു കെട്ടിടം പോലെ ഉണ്ടല്ലോ, അവിടേക്കാണ് ഇവർ പോവുക. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ അത് അവിടെ ഒരു ഇത് കാണാനുണ്ട്. അവിടെ നിന്ന് വീണ്ടും വന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ഇവിടെ താഴേക്ക് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇവനൊക്കത്ത് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് അതിങ്ങനെ ഷെയ്ക്ക് ചെയ്യണത്. അവൾ സമ്മതിക്കണേ ഇല്ല. പിന്നെ പ്രജി കയറിയ സമയത്തും അവൾ കരഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും പോകുന്നത് കാണിക്കേണ്ടത് വെച്ചിട്ടാണ് ഞാൻ കേട്ടോ അങ്ങനെ. അപ്പോൾ ഇത് അപ്പുറത്തെ ഇതിന്ന് വന്നു കഴിഞ്ഞ് ഇവിടെ വന്നിട്ടാണ് ഇറങ്ങുക കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ അവിടുന്ന് വന്നു കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടാണ് ഇറങ്ങുക. അപ്പോൾ ഇത് അവർ അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി, വേറൊരു ഫാമിലി വന്നപ്പോൾ അവർക്ക് നമുക്ക് കാണിക്കാനായിട്ട് അവർ ആദ്യം ഒരു ട്രയൽ ചെയ്തു പോകും. പിന്നെ കുട്ടികളെ തന്നെ അവർ കൊണ്ടുപോകും, വേണമെങ്കിൽ കുട്ടികൾക്ക് കയറണം എന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ മുതിർന്നവരാണെങ്കിൽ മാത്രം അങ്ങനെ ജോഡിയായിട്ട് വിടും, അത്രമാത്രം. അപ്പോൾ ഇതെല്ലാവരും പോയി, എല്ലാവർക്കും അതൊരു രസം. അങ്ങനെ അതൊക്കെ പോയി ഡ്രോണിൽ അവർ വീഡിയോ എടുത്ത് തരുമ്പോൾ അതും രസം. അപ്പോൾ ഞാൻ ഈ വരുന്നത് കാണിക്കാച്ചിട്ട് എടുക്കുകയാണ്. പക്ഷേ ഇപ്പോൾ സമ്മതിക്കാത്ത കാരണം ഉണ്ട്, ബിജും പ്രജിയാണ് വരുന്നത് കേട്ടോ.
അതുപോലെ ശ്രീക്കുട്ടിയും നീനയും വരുന്ന സമയത്ത് അതൊന്ന് സ്റ്റക്കായി. അപ്പോൾ ഇവർ ഇവിടുന്ന് വേറൊരു കയറ് കൊണ്ടിട്ട് അങ്ങനെ ചെന്നിട്ട് പിന്നെ അതൊന്ന് ഇളക്കി. അപ്പോൾ ശരിക്കും പിന്നെ തന്നെ പോന്നു കേട്ടോ. അപ്പോൾ പേടിക്കാനൊന്നുമില്ല, ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാലും എനിക്ക് പേടിച്ചിട്ടൊന്നുമല്ല കേട്ടോ ഞാൻ പോകാതിരുന്നത്. അതുപോലെ ബിജും പ്രജിയും വന്നു, നീനയും ശ്രീക്കുട്ടിയും വന്നു, ദീപും ഭാരതിയും വന്നു കേട്ടോ. ദീപും ഭാരതിയും ആദ്യം പോയത്, അപ്പോൾ അവരാണ് ആദ്യം വന്നത് കേട്ടോ. അപ്പോൾ നിക്കും അബിയും അവനും കൂടിയിട്ട് അവിടെ പോയി നിന്നു. ഞാൻ അമ്മയ്ക്ക് നടക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇവിടെ തന്നെ ഇരുത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ വണ്ടിയിൽ നിന്ന് മെല്ലെ പിടിച്ചിറക്കിയിട്ട് ഇവിടെ ഇരുത്തി. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ വന്നു കഴിഞ്ഞാൽ അവർ നമുക്ക് ബെൽറ്റ് പോലെയൊക്കെ അങ്ങനെ ഇട്ടുണ്ടാവും. സിപ്പ് ലൈനിൻ്റെ കാര്യം അറിയാമല്ലോ എല്ലാവർക്കും, പിന്നെ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ ഹെൽമറ്റും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതേ ഓരോരുത്തർ കയറി വന്നിട്ട് ഇപ്പുറത്ത് വന്നു നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫാമിലികൾ അങ്ങനെ വന്നിട്ട് കയറുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ ഞാൻ പറഞ്ഞു അവർ ട്രെയിനറെ കൊണ്ടുപോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ പേടിക്കാനൊന്നുമില്ല. ഇതൊക്കെ ഓരോ എക്സ്പീരിയൻസ് അല്ലേ ജീവിതത്തിൽ. അപ്പോൾ അങ്ങനെ എല്ലാവരും താഴേന്ന് മുകളിലേക്ക് കയറി വന്നു. നമ്മളങ്ങനെ വീണ്ടും ട്രാവലറിൽ കയറിയിട്ട് പോരാൻ നോക്കുക. അപ്പോൾ വേറൊരു ഫാമിലി അങ്ങനെ ഇതേ സീറ്റ് ബെൽറ്റൊക്കെ ഇടുമ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം. ഓരോന്നും ഓരോ എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ നമ്മളവിടുന്ന് വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ. അപ്പോൾ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം വയനാടിൻ്റെ പോലെ തോന്നും നമുക്ക് കേട്ടോ. കാരണം വളവുകളും തിരിവുകളായിട്ടുള്ള റോഡും ഇങ്ങനെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കമ്പി ഇട്ടിട്ട് സൈഡിലിട്ടിട്ടുള്ള ഭാഗം, അതുപോലെ അവിടുന്ന് മല കാണുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാം. അതിൻ്റെ അപ്പുറത്ത് സ്റ്റെപ്പ് ആയിട്ടുണ്ട്, പക്ഷേ അവിടെ ഗേറ്റ് അടച്ചിട്ടേക്കാണ്. നമുക്ക് തുറന്നു കഴിഞ്ഞാൽ അവിടേക്ക് നിന്ന് ഫോട്ടോ എടുത്ത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അങ്ങനെ കാഴ്ചകൾ ഒരുപാടുണ്ട്. നമുക്ക് ഫോട്ടോ വേണമെങ്കിൽ ഒരുപാട് എടുക്കാനായിട്ടൊക്കെ സൗകര്യങ്ങൾ. പക്ഷേ ഞങ്ങൾ അതിനൊന്നും സമയം കളഞ്ഞില്ല, കാരണം നമുക്ക് അവിടെ എത്താനുള്ള ധൃതിയായി, സമയം വൈകി തുടങ്ങിയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ യാത്ര ഇതിവിടെ ഏകദേശം ഊരാളൂർ നാലൂർ അങ്ങനെ എന്തൊരു സ്ഥലപ്പേരാണ് കേട്ടോ, എനിക്ക് അത്ര ഓർമ്മ വരുന്നില്ല. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടെമ്പോ ട്രാവലറിന് നമ്മൾ അവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ റിസോർട്ടിലേക്ക് പോകണമെങ്കിൽ ഒരു ജീപ്പ് അവർ വിടും കേട്ടോ. അപ്പോൾ രണ്ട് ജീപ്പ് വിട്ടും. ഞങ്ങൾ 2 ജീപ്പിനുള്ള ആൾക്കാരുണ്ടായിരുന്നല്ലോ. അപ്പോൾ ജീപ്പ് വിടും. ജീപ്പ് നമുക്ക് വന്ന ജീപ്പ് എങ്ങനെയാ വെച്ചാൽ തുറന്ന ജീപ്പ് എന്ന് പറയില്ലേ, അതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സൈഡിൽ അത് ഫ്രണ്ട് സൈഡിൽ ഡോറില്ല. അപ്പോൾ അമ്മേനെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തി. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം, അമ്മച്ചി അവിടെ ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞു. അമ്മ ഫ്രണ്ടിലും ആ കമ്പിയിലും പിടിപ്പിച്ചു, സൈഡിലെ കമ്പിയിലും പിടിപ്പിച്ചു. പിന്നെ നീനെ ബാക്കിൽ ഇരിക്കുന്നുണ്ടായിരുന്നു, അവൾ പിടിച്ചു. അപ്പോൾ നമ്മൾ വന്ന ട്രാവലർ പിന്നാലെ വന്നു. കാരണം കുറച്ചും കൂടി നമ്മൾ വന്ന വഴിയിലേക്ക് വന്നിട്ടാണ് ട്രാവലർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ യാത്ര എന്ന് പറഞ്ഞാൽ. നമ്മൾ ജീപ്പിലിങ്ങനെ പോയ ആ ജീപ്പിൽ നമ്മൾ പണ്ട് കാലത്തൊക്കെ പോയിട്ടുണ്ട്, പണ്ടൊക്കെ കല്യാണങ്ങൾക്കൊക്കെ പോണ സമയത്ത്. പക്ഷേ ഇത് അത്രയും സ്പീഡിൽ കല്ലും കൂട്ടം നിറഞ്ഞ വഴി കൂടെ എന്ന് പറയില്ലേ, ഈ ടാറിട്ട റോട്ടിൽ നിന്ന് നമ്മൾ വലത്തോട്ട് തിരിയും. ശരിക്കും കാട്ടുകൂട്ടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ കാണിക്കാതെ കേട്ടോ. ഞാൻ വീണ്ടും വരുന്ന വഴിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ സന്ധ്യാസമയത്ത് നമ്മൾ റിസോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. കാരണം എന്താണ് ലൈറ്റിലൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ ഒരു ഹാളിൽ തന്നെ നമുക്ക് വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പാത്രങ്ങൾ വെക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അതേ ഒരു ബാത്റൂമും ഇങ്ങനെയാണ്, ഗ്ലാസ് ഇട്ട് മറിച്ചതാണ് ബാത്റൂമും, മറ്റേത് ക്ലോസറ്റ് ഇപ്പുറത്തുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെയാണ് റൂം കേട്ടോ. അപ്പോൾ റൂമിലും നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ആ കർട്ടനൊക്കെ ഇട്ട ഭാഗം മാറ്റി കഴിഞ്ഞാൽ രാവിലെ നമുക്ക് പുറത്തേക്കുള്ള കാഴ്ച നന്നായിട്ട് കാണാം. ഹീറ്ററും വൈഫൈ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവന് വന്നിട്ട് ചിരിക്കുകയാണ്. കുട്ടികളൊക്കെ കൂടിയിട്ട് ഓടിക്കളിക്കുക, അവർക്ക് സന്തോഷമായിട്ടാണ്. ഈ സ്റ്റെപ്പ് കയറുകയാണ് ഈ വെക്കണ്ടായിരുന്നത്. അങ്ങനെ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ മുകളിലേക്ക് വെറുതെ ഇങ്ങനെ ഒരു ഹാള് പോലെ ആയിട്ട് അവിടെ സോഫ സെറ്റ് ഉണ്ട്, അതുപോലെ എക്സ്ട്രാ ബെഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഇരിക്കുന്ന റാക്കിൽ ബെഡ്ഷീറ്റുകളും കമ്പിളികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ആ കാഴ്ച. അത് ക്യാമറ എന്തോ മറ്റേ ജീപ്പിൽ വരണ സമയത്ത് സ്പീഡാക്കിയിട്ട കാരണം എല്ലാ വീഡിയോസും സ്പീഡിലായിട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ ഇതാണ് ബെഡ്റൂം കേട്ടോ. അപ്പോൾ ബാത്റൂം ഇത്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ബെഡ്റൂമിൽ ഇങ്ങനെ കേട്ടോ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗ്ലാസ് അവിടെ കർട്ടന് ഗ്ലാസ്സാണ്, അവിടെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്നുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇപ്പോൾ വന്നിരുന്ന് കളിക്കുകയാണ്. പിന്നെ നമ്മൾ ചിക്കൻ ഗ്രില്ലിൽ ചുട്ടു. അപ്പോൾ അത് ഞങ്ങൾ വീഡിയോ എടുത്തു മാത്രം. പിന്നെ ഞാൻ മുകളിൽ കാണിച്ചില്ല, അതിൻ്റെ ആ ഒരു ഭാഗമാണ് ഇതിങ്ങനെ കേട്ടോ. ലൈറ്റൊക്കെ ഇട്ടിട്ട് രാത്രി നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ നമ്മൾക്ക് 2 വില്ല പോലെയാണ് ഇതുണ്ടായിരുന്നത്. അപ്പോൾ ഒന്നിൽ 3 ബെഡ്റൂമും ഒന്നിൽ 2 ബെഡ്റൂമും. അപ്പോൾ 2 ബെഡ്റൂമുള്ളതിൽ ഒന്നിൽ ഞാനും ശ്രീകുട്ടിയും അമ്മയും കൂടിയിട്ട് കിടന്നു. പിന്നെ മറ്റേതിൽ ദീപും അബിയും ഭാരതിയും നീനയും കൂടിയിട്ട് മറ്റേ 3 ബെഡ്റൂമുള്ളതിൽ കിടന്നു കേട്ടോ. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ചായ കുടിക്കുമ്പോൾ ഒന്നിങ്ങനെ വീഡിയോ എടുത്തു മാത്രം. ചുറ്റും കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് 7:30 മണിക്കാണ് ഒരു ചായ കൊടുന്നേരം കേട്ടോ. പിന്നെ അതാണ് കണ്ടത്, അവിടെയാണ് ഗ്രില്ലിൽ ചിക്കൻ ചുടുന്നതും. അവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കാനുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ. ചുറ്റും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് തേയിലത്തോട്ടങ്ങൾ കണ്ടില്ലേ,
അതുപോലെ അവിടെ കണ്ടു കുളം. അപ്പോൾ അവിടെ വെള്ളച്ചാട്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പോയിട്ട് നമുക്ക് കുളിക്കണമെങ്കിൽ കുളിക്കാം, ആ വെള്ളച്ചാട്ടം കണ്ട് ആസ്വദിക്കാം. ആ മല കാണാല്ലേ, ആ മലയുടെ അപ്പുറം ഇടുക്കിയാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇടുക്കിയുടെയും ശരിക്കും വാഗമൺ എന്ന് പറയുമ്പോൾ ഇടുക്കിയുടെയും ബോർഡറാണ് കോട്ടയത്തിൻ്റെയും ബോർഡറാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാ ഗ്രില്ലിൽ ചുടാനുള്ളത് ഇവിടെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കനലൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് അവിടെയാണ് ചുട്ടത്. അപ്പോൾ നമ്മുടെ ഡ്രൈവറാണ് ആ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനും ഞാൻ കിടന്ന റൂമിൽ 2 റൂമാന്ന് പറഞ്ഞില്ലേ വില്ലയിൽ, അതിൽ ഒന്നിൽ ബിജും പ്രജി ഉണ്ടായിരുന്നു. അപ്പം മോളിൽ ഹാള് കാണിച്ചു തന്നില്ലേ, അപ്പോൾ അവിടെ ഡ്രൈവർ കൂടി. കാരണം ചെറിയ കുട്ടികളുള്ളതല്ലേ, അപ്പം ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ കിടക്കാം എന്ന് പറഞ്ഞിട്ട് ആളവിടെ കടന്നു വിട്ടു. ആൾക്ക് ശരിക്കും അവരുടെ ഓഫീസിൻ്റെ അവിടെ റൂമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ നിന്ന വില്ല കേട്ടോ. പിന്നെ ആ കാണുന്നതാണ് ദീപും ഭാരതിയും അഭിനീനയൊക്കെ നിന്ന വില്ല കേട്ടോ. കുറച്ചിങ്ങനെ ദൂരം ഉണ്ട് ഇങ്ങനെ. നല്ല തേയിലത്തോട്ടങ്ങളെ ചുറ്റോറും കണ്ടോ. കാണുമ്പോഴും നമുക്ക് അവിടെ അങ്ങനെ നിൽക്കുമ്പോഴും ഒരു രസം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെയൊക്കെ ബെഡ്റൂമിൻ്റെ ഭാഗമാണ് ഇത് ഗ്ലാസ് കാണുന്നത് കേട്ടോ. അപ്പോൾ ആ ഗ്ലാസ് നമ്മൾ കർട്ടനൊക്കെ മാറ്റിയിട്ട ഗ്ലാസ്സിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് നല്ല നോട്ടാണ്. അതുപോലെ ഇവിടെയൊക്കെ ബെഞ്ചുണ്ട്. അപ്പോൾ ആ ബെഞ്ചും ഇരിക്കാം. 100 ഏക്കറ തോന്നുന്നുണ്ട് ഇവർക്ക് ഈ സ്ഥലം അത്ര. അപ്പോൾ ആ തേയിലത്തോട്ടമൊക്കെ ഇവരുടെയാണെന്ന് പറഞ്ഞത്. മാവുണ്ട്, പ്ലാവുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പകൽ കാണുമ്പോൾ നമ്മുടെ ഈ റിസോർട്ടിൻ്റെ ഒരു രൂപം കേട്ടോ. ഇതുപോലെ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ അതിങ്ങനെ വെറുതെ ഒന്ന് എടുത്തു എന്ന് മാത്രം നിങ്ങൾക്ക് കാണിക്കാനായിട്ട്. പിന്നെ അധികം റെൻ്റൊന്നുമില്ല. ഞാൻ പറഞ്ഞു ബിജുവിൻ്റെ ഫ്രണ്ട് മുഖാന്തരം ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടിയ, അല്ലെങ്കിലൊന്നും ഇങ്ങനെ കിട്ടില്ല. പിന്നെ ഇങ്ങനെ വഴി പോണ് കണ്ടില്ലേ, ആ വഴി കൂടെ പോയാലാണ് ആ കുളത്തിലേക്ക് എത്തുക കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും അവിടേക്ക് പോയി. അപ്പോൾ രാത്രി നമുക്ക് അവർ രാത്രി നമുക്ക് ഉണ്ടാക്കിയിട്ടായിരുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ ചപ്പാത്തിയും പൊറാട്ടയും കടലക്കറി, ചിക്കൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ നമുക്ക് പുട്ടും ഇടിയപ്പം. നീനി അബിയ വരുന്നത് രാവിലെ ചായ കുടിക്കാനായിട്ട് ഇങ്ങോട്ട് വരികയാണ് കേട്ടോ അവർ റൂമിൽ നിന്ന്. അപ്പോൾ ഞാൻ ആ വരുന്നതെടുത്തു എന്ന് മാത്രം. രാവിലെ നമുക്ക് പുട്ടും ഇടിയപ്പം, അതുപോലെ മുട്ടക്കറി, കടലക്കറി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുട്ട പുഴുങ്ങിയതും ഉണ്ടായിരുന്നു വേറെ എക്സ്ട്രാ കേട്ടോ. ഭക്ഷണമൊക്കെ നന്നായി ഉണ്ടായിരുന്നു. നല്ല നീറ്റായിട്ടുള്ള ഭക്ഷണമാണ്. കാപ്പിയാണ് അവർ തന്നത്, ചായ അല്ല തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ രാത്രി കാണുമ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നിന്ന വില്ലയുടേത് റിസോർട്ടിൻ്റെ പേരാണത്, അങ്ങനെ കാണിച്ചെന്ന് മാത്രം. ഇത് ഭാരതിയും ദീപും കൂടി ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പോകണു. മറ്റുള്ളവരെല്ലാം മുന്നേ പോയിട്ടുണ്ടായിരുന്നു. ഡ്രൈവർ ആദ്യം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും വളരെ രസകരമായൊരു കാഴ്ച എന്ന് മാത്രമല്ല, നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന കുറച്ച് സമയം നമ്മൾ ഫ്രീ ആയിട്ട് പോകുന്ന പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മേനെ രാവിലെ ഞാൻ കാണിച്ചില്ലേ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുന്ന സ്ഥലം, അവിടെ നമുക്ക് ടേബിളും ബെഞ്ചൊക്കെ ഉണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട്. അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ടോ കുറച്ച് സമയം. ആ ഭാഗം അതാണിത്. പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് കേട്ടോ. തിരിച്ചു പോരുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ജീപ്പിൽ കയറി. അത് ഞാൻ കാണിച്ചില്ല ജീപ്പിൽ കയറുന്നത്. പക്ഷേ ജീപ്പിൽ കയറിയിട്ട് പോരുന്ന പോക്കാണിത് കേട്ടോ. എന്തൊരു സ്പീഡിലാണ്. കട്ടകളും കല്ലുകളും കുണ്ടും കുഴിയും ചളികൾ നിറഞ്ഞ വഴി, ടയറൊക്കെ താന്ന് പോയ പാടുകളുള്ള വഴി കൂടെയൊക്കെ നമ്മളതിനെ ഡ്രൈവർ കൊണ്ടുവരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ തെറിച്ച് വീഴുമെന്ന് വിചാരിക്കും. പക്ഷേ തിരിച്ച് പോരുമ്പോൾ നമുക്ക് ഇതിപ്പോൾ 2ാമത്തെ റിസോർട്ട് കേട്ടോ. അവിടെ കിടക്കുന്നുണ്ട് ജീപ്പ്. അപ്പോൾ ഇതിലാണ് ദീപും അബിയൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ജീപ്പിൽ ഇങ്ങനെ പോരുന്ന സമയത്ത് നമ്മൾ താഴേക്ക് വീഴുന്നു. പക്ഷെ വരുമ്പോൾ നമുക്ക് സൈഡിലൊക്കെ ഡോറുള്ള തന്നെ ജീപ്പൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മേനെ ഫ്രണ്ടിൽ ഇരുത്തിയപ്പോൾ സേഫായിട്ട് നമുക്ക് ഇരുന്ന് സമാധാനമുണ്ട്. പിന്നെ നമ്മൾ വരുന്ന വഴികളാണ് ഇതിട്ട്, അതൊന്ന് കാണണം നിങ്ങൾ. ശരിക്കും സാഹസികമായ യാത്ര എന്ന് പറയില്ലേ, നമ്മൾ കാട്ടുകൂടെയൊക്കെ ട്രക്കിങ്ങിന് പോണ പോലെ തന്നെ അതിൻ്റെ ഒരു വകഭേദമായിട്ടുള്ള യാത്ര തന്നെയാണ്. അപ്പോൾ ഇതും നമുക്ക് ജീവിതത്തിൽ ഒരു എക്സ്പീരിയൻസ്, നമ്മൾ അനുഭവിക്കാത്ത, ചളി നിറഞ്ഞ വഴി ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ അനുഭവിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെയൊരു യാത്ര നമ്മൾ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനൊരു യാത്ര. അപ്പോൾ ഇങ്ങനെ കടന്ന് ചാടുകയാണ് കേട്ടോ. നമ്മൾ ജീപ്പിലിരുന്നിട്ട് ഇങ്ങനെ ചാടുമ്പോൾ എനിക്ക് വീഡിയോ ഒന്നും ശരിക്കും പിടിക്കാനായിട്ട് പറ്റുന്നില്ല. മൊബൈലൊക്കെ കയ്യിൽ നിന്ന് പോകുമെന്ന് വിചാരിക്കും. ആ ലെവലിലാണ് ഉണ്ടായിരുന്നത് കേട്ടോ. തിരിച്ച് വരുമ്പോൾ നമ്മൾ ഒരു ജീപ്പ് ട്രിപ്പ് അടിക്കുക ചെയ്തത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ജീപ്പിൽ ഞാനും നീന, അമ്മ, ശ്രീകുട്ടി, അതുപോലെ ഡ്രൈവറും വന്നു. കാരണം ട്രാവലറിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് തിരിച്ച് ഈ വഴിയിലേക്ക് ഇങ്ങോട്ട് വന്നിടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത്രയും ദൂരം ഒരു ജീപ്പ് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ ആ ഒരു സമയം ഞാനൊന്നിങ്ങനെ വീഡിയോ എടുത്തു എന്ന് മാത്രം. അത്യാവശ്യം സാധനങ്ങൾ നമ്മുടെ ജീപ്പിൽ കയറ്റി, കാരണം ട്രാവലറിൽ ഒതുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പോരുമ്പോൾ 2 സൈഡും നമുക്ക് ഈ പുല്ലുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ മേലിൽ വന്നിട്ട് ഇങ്ങനെ തട്ടിപ്പോകും കേട്ടോ. സൈഡിലൊക്കെ അങ്ങനെ ഇപ്പോൾ തുറന്ന ജീപ്പാകുമ്പോൾ ശരിക്കും അങ്ങനെ ഫീൽ ചെയ്യും. കല്ലും
ഒറ്റക്കായിട്ട് വഴി കണ്ടു. ആ വഴി കൂടെയുള്ള ചാട്ടിയിട്ടുള്ള വരവ് ഒന്ന് നമുക്കത് അനുഭവിച്ചറിയുമ്പോൾ തന്നെ അറിയുള്ളൂ കേട്ടോ. എനിക്കിങ്ങനെ പറഞ്ഞു തരുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടതെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് പലരും പോയിട്ടുള്ളത് കൊണ്ട് ഉണ്ടായിരിക്കും. പോവാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുക, പോയവർക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിലും ഇവിടെയും റബ്ബറുണ്ട്, ചായലകളുണ്ട് കേട്ടോ. ചായത്തോട്ടാണ് ഒരു ചുറ്റോറും കേട്ടോ. അപ്പോൾ നമ്മൾ റോഡിലേക്ക് എത്തി, നമ്മുടെ ട്രാവലർ പാർക്ക് ചെയ്ത സ്ഥലത്തെത്തി. നമ്മൾ ഇറങ്ങി ട്രാവലറിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. നമ്മൾ ഈ കാട്ടുമല്ലി എന്ന് പറയുന്നതൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ മുകളിൽ കാണുന്നതൊക്കെ റിസോർട്ടുകളാണ്. അപ്പോൾ അതൊന്ന് കാണിക്കാൻ എടുത്തു എന്ന് മാത്രം കേട്ടോ. മുകളിൽ കാണുന്നതൊക്കെ റിസോർട്ടുകളാണ്. പിന്നീട് അവിടെ ഒരു പാറയുടെ മുകളിലേക്ക് പോയി, തങ്ങൾപ്പാറ എന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ ഒരുപാട് കാണാനൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ടണലിൽ കൂടെ പോകാനൊക്കെ ഉണ്ട് അത്ര. പിന്നെ നമ്മൾ പോയത് ഈ പൈൻ മരങ്ങളുടെ പൈൻ ഫോറസ്റ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അവിടെ പോയി വേറെ ഒന്നും കാണില്ല, മരങ്ങളുടെ ചുറ്റോറൊക്കെ ഒന്ന് നടക്കുക, ഫോട്ടോ എടുക്കുക. നമുക്ക് ഫോട്ടോഗ്രാഫേഴ്സ് അവിടെ ഉണ്ട്, 2-3 തരത്തിലുണ്ട്. അവിടെ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ കിട്ടും, അതും ഒരു രസം. പിന്നെ സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സമ്മതിച്ചു കേട്ടോ ആ ടീച്ചേഴ്സിനെയും ഒക്കെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ അത് കൂടെ ഓടി, ഒരാൾ ഇത് കൂടെ ഓടും. എങ്ങനെയാണ് പിടിച്ച് നിർത്തേണ്ടതെന്നുള്ളത് അറിയില്ല. അപ്പോൾ ആരുടെ മുകളിലേക്കൊക്കെ അവർ കയറുമ്പോഴൊക്കെ പേടിക്കുക വേണം. എന്തായാലും 2 ദിവസം നല്ല സന്തോഷമായിട്ട് ആസ്വദിച്ചു കേട്ടോ. ഇനി ഞങ്ങൾക്ക് തിരിച്ച് തൃശ്ശൂർക്ക് ഇവർക്ക് 10 മണിക്കാണ് ട്രെയിൻ. ആ സമയത്തേക്ക് എത്തണം എന്നുള്ള ഒരു ടെൻഷനായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ വേറെ എവിടെയും കറങ്ങിയില്ല. ഇനിയിപ്പോൾ നമ്മൾ പെട്ടെന്നൊന്നും വാഗമൺ പോവില്ല, എന്നാലും ഇതൊരു സന്തോഷമുള്ള കാര്യം തന്നെ. ഏട്ടൻ കൂടെ ഇല്ല എന്ന് മാത്രം. ബാക്കി ഞങ്ങളെല്ലാവരും കൂടിയിട്ടുള്ള യാത്ര ആദ്യമായിട്ടാണ് കേട്ടോ. കാരണം ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോയപ്പോൾ ബിജു എപ്പോഴും ഉണ്ടാവാറില്ല. അപ്പോൾ ഇപ്രാവശ്യം ബിജു കൂടെ ഉണ്ടായി. ബിജു നമ്മുടെ കൂടെ ടൂർ വരുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കേട്ടോ. അവ എവിടേക്കും പോയിട്ടില്ല. അപ്പോൾ അതും ഒരു കാര്യം സന്തോഷം. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് എന്താ വീട്ടിലെപ്പോഴും ഇങ്ങനെയൊക്കെ തിരക്കും മാത്രമല്ല അമ്മയുടെ കാര്യങ്ങളാകുമ്പോൾ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ കുറച്ചൊക്കെ അമ്മയ്ക്ക് മാനസികമായിട്ടൊരു മാറ്റം ഉണ്ടായി തോന്നുന്നുണ്ട്. ഒരു ചെറിയൊരു മാറ്റം കാണാനുണ്ട് ഇപ്പോൾ കേട്ടോ. നല്ല തണുപ്പാണ് അവിടെ. അതുപോലെ 2-3 ദിവസം കൊണ്ട് നിന്നാൽ മാത്രമാണ് നമുക്കിതൊക്കെ കാണാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് അങ്കമാലി വന്നു. അങ്കമാലിയിൽ എത്തിയിട്ട് നമ്മൾ ഡ്രൈവറോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞു തിരിച്ച് വീണ്ടും നമ്മുടെ കാറിൽ നമ്മൾ കയറി തൃശ്ശൂർ നമ്മൾ 9 മണിയാകുമ്പോഴത്തേന് എത്തി. തൃശ്ശൂർ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അവർക്ക് സ്റ്റേഷനിൽ എത്തിച്ചിട്ട് അവർക്ക് ട്രെയിൻ കയറി പോയി കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വാഗമൺ യാത്ര ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഈ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.